നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 8-ാം തീയതി, അതായത് കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 25-ാം തീയതി 1947 വൈശാഖ മാസം 18-ാം തീയതിയാണ് ശകവർഷപ്രകാരം. ഈ ദിവസം വ്യാഴാഴ്ചയാണ്, ഉത്രം നക്ഷത്രമാണ്, ഏകാദശി തിഥി തുടരുന്ന ദിവസവുമാണ്. അപ്പം ഏകാദശി തിഥി ഉള്ളതുകൊണ്ട് തന്നെ ബുധനാഴ്ച മുതൽ തന്നെ 7-ാം തീയതി മുതൽ ഏകാദശി വ്രതം നോക്കുന്നവർക്ക് ഈ ദിവസവും വ്രതം തുടരേണ്ടതാണ്. ഇനി ശുക്ലപക്ഷ ഏകാദശി ആയതുകൊണ്ട് കൂടുതൽ പ്രാധാന്യമുണ്ട്. മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ചയും ഏകാദശിയും കൂടി വരുന്ന ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതിന് സഹായകമാവും. അതുപോലെ തന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഉത്തര നക്ഷത്രമായതുകൊണ്ടും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സന്താന ഗോപാലമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സന്താനങ്ങളുടെ പ്രശ്നങ്ങൾക്കായിട്ട്, സന്താന സൗഭാഗ്യത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർ, അവർ പഠിക്കുന്നില്ല, അവർക്ക് നല്ല ജോലിയായില്ല, അവർക്ക് നല്ല വിവാഹമായില്ല, അങ്ങനെ സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന ഏതൊരു രക്ഷിതാക്കൾക്കും, ഏതൊരു സഹോദരന്മാർക്കും തങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച്, അതായത് കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സന്താന ഗോപാലമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പം കഴിയുന്നതും എല്ലാവരും നാരായണം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, അതുപോലെ തന്നെ വിഷ്ണു അഷ്ടോത്തരം, ഹരേ രാമ ഹരേ കൃഷ്ണ, അതുപോലെ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ സന്താന ഗോപാലമൂർത്തേ മുകുന്ദ പൂർണ്ണത്രയീശ ഭഗവാനെ സന്തതി സൗഭാഗ്യം തരേണി പൂർണ്ണത്രയീശ ഭഗവാനെ സന്താന ഗോപാലമൂർത്തേ മുകുന്ദ പൂർണ്ണത്രയീശ ഭഗവാനെ സന്താപമെല്ലാം തീർത്തു തരേണി സന്താന ഗോപാലമൂർത്തേ മുകുന്ദ. കീർത്തന ശ്ലോകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. രണ്ടുപേരും ഞാൻ നിത്യം ചൊല്ലുന്ന ഒരു കീർത്തനത്തിൻ്റെ വരികൾ ചൊല്ലിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാനിൽ നിന്ന് ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് എനിക്ക് എൻ്റെ മോന് കുട്ടികൾ ഉണ്ടാകാൻ വൈകി. പിന്നെ ഉണ്ടായപ്പോൾ തന്നെ മോന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറുന്നതിന് 16 വയസ്സ് വരെ ഞാൻ പൂർണ്ണത്രയീശൻ്റെ മനസ്സിൽ ധ്യാനിച്ച് തന്നെ വ്യാഴാഴ്ച വ്രതം എടുത്തിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് എൻ്റെ ആ ഒരു സന്തോഷവും അനുഭവവുമാണ് ഞാൻ പങ്കുവച്ചത്. അപ്പം തീർച്ചയായും എല്ലാവർക്കും സന്താന ഗോപാലമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വ്യാഴാഴ്ചയും ഏകാദശിയും വരുന്ന ദിവസം പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഫലമുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ സമയമാണ് വ്യാഴാഴ്ച ദിവസം. ഏത് ദേവതകളും കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഇനി നമുക്ക് ഈ ദിവസം ഉത്തരായന കാലമാണ്, വസന്ത ഋതുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഉദയം വരുന്നത് 6 മണി 5:49 AM 5:49 AM ഉദയവും സൂര്യാസ്തമനം വരുന്നത് 6:22 PM ഇനി രാഹുകാലം 1:39 PM മുതൽ 3:13 PM വരെയും, ഗുളികകാലം 8:57 AM മുതൽ 10:31 AM വരെയും, യമകണ്ഠകാലം 5:49 PM മുതൽ 7:23 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം കുംഭക്കൂറുകാർക്കാണ്. പിന്നെ ഗുളികോദയം വന്നിരിക്കുന്നത്
മിഥുനം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. നമുക്കറിയാം മേടരാശിയിലാണ്. ചന്ദ്രൻ നിൽക്കുന്നത് കന്നി രാശിയിലാണ്. ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് 7-ാം തീയതി മാറിയിരിക്കുന്നു. പിന്നെ ഗുരു നിൽക്കുന്നത് ഇടവത്തിൽ തന്നെ. ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിൽ തന്നെ തുടരുന്നു. ഇനി ഉദയവും മേടത്തിൽ തന്നെയാണ്. അപ്പം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 12 രാശിക്കാരും അവരുടെ ഇഷ്ടദേവതയോടൊപ്പം ഉപാസനമൂർത്തിയോടൊപ്പം തന്നെ മറ്റ് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഇന്നേ ദിവസം ഉണ്ടാകുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി അല്പം തൃപ്തികരമായിരിക്കും. ക്രയ-വിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കും. പുറമേ നിന്നുള്ള സഹായങ്ങൾ സ്തംഭനാവസ്ഥയിലായിരിക്കും. അയൽക്കാരുമായി കലഹിക്കുന്നതിനുള്ള സാധ്യത വരാം. അയൽക്കാരുമായി കലഹിക്കാനിടയുള്ളത് കൊണ്ട് അനാവശ്യ സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സ്നേഹിതന്മാരിൽ നിന്നുമൊക്കെ ചതിവ് പറ്റുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ബന്ധുജന ഗുണം ഉണ്ടായിരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിന് അവസരം വന്നു ചേരും. പൊതുജന പിന്തുണ ലഭിക്കും. സന്താനങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കും. കുട്ടികളുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരുന്നിരിക്കും. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. തസ്കര ശല്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രമാണങ്ങളും ആഭരണങ്ങളുമൊക്കെ വളരെ സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. കാര്യവിജയം ലഭിക്കും. സഞ്ചാരക്ലേശം അല്പം അനുഭവപ്പെടും. ദാമ്പത്യ സുഖം അനുഭവിക്കുന്നതിനായി കുറച്ച് പരസ്പര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നതും നന്നായിരിക്കും. ആഗ്രഹ പൂർത്തീകരണത്തിന് അല്പം കഠിനാധ്വാനം ആവശ്യമാണ്. അത് സാധ്യമാവുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് വഴി ഒരു ആത്മസംതൃപ്തിയും ലഭിക്കാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുന്നതിനായി രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഉപാസനാ ബലം കൂട്ടുകയും അതുപോലെ മറ്റ് ദേവതകളെയൊക്കെ ശരിക്കും ഏകാദശി തുടരുന്നത് കൊണ്ട്, വ്യാഴാഴ്ച ആയതുകൊണ്ട് ദൈവീക അനുഗ്രഹം കൂടുതൽ ലഭിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്ന, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യാൻ കഴിയാത്തവർ വീട്ടിലൊരു നെയ്ദീപം തെളിച്ചു വെച്ച് ഓം നമോ നാരായണായ എന്ന് ഒരു 108 പ്രാവശ്യം ജപിച്ചാൽ തന്നെ എല്ലാം മംഗളമായി തീരുന്നതാണ്. സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു അനുമതിയൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ നല്ല വിജയം ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്ന് അനുകൂലമായ വിജയം വന്നു ചേരും. വിവാഹ കാര്യങ്ങളിലാണെങ്കിലും ജോലി കാര്യത്തിലൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു അനുകൂലമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. പൂർണ്ണത്രേശിനെ പ്രാർത്ഥിക്കുന്നത് വഴി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. പിന്നെ സ്ഥലം മാറ്റം, ജോലിയുള്ളവർക്ക് പ്രമോഷനോടുകൂടിയ സ്ഥലം മാറ്റവും കിട്ടുവാനുള്ള സാധ്യത കാണുന്നു. പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളും ഒന്നൊന്നായി അനുഭവത്തിൽ വന്നു ചേരും. നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നേടാൻ പറ്റുന്ന സമയമാണ്. തൊഴിലിനൊപ്പം ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനും വഴി തെളിഞ്ഞു കിട്ടും. തൊഴിൽ രംഗത്ത് പുതിയ അറിവുകൾ നേടുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും.
അടുത്ത ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട് പുതുക്കി പണിയുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. കർമ്മരംഗത്ത് ശ്രദ്ധിക്കപ്പെടും. മക്കളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം സഫലീകരിക്കുന്ന ഈ ഏകാദശി ദിവസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഒരു 108 പ്രാവശ്യം, അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, അല്ലെങ്കിൽ അത് കേൾക്കുകയെങ്കിലും ചെയ്യുന്നത് വഴി പൂർണ്ണസന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി സ്തുതിക്കുമ്പോൾ എല്ലാം മംഗളകരമായി തീരുന്നതാണ്. മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ മൂലം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സൗഭാഗ്യങ്ങളും വന്നു ചേരും. വിലപിടിപ്പുള്ള പ്രമാണങ്ങളും ആഭരണങ്ങളും ഒക്കെ സ്ഥലം മാറി അല്പം ബുദ്ധിമുട്ടിക്കുന്നതായി കാണാം. എവിടെ വച്ചു എന്നറിയാതെ വിഷമിക്കുകയും തസ്കര ഭയം വരെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. വിവാഹം വേഗത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. കോടതി വിധികളൊക്കെ അനുകൂലമായി വരാനുള്ള യോഗമുണ്ട്. പൊതുജന പിന്തുണ വർദ്ധിക്കും. സഞ്ചാരക്ലേശം എല്ലാം കുറഞ്ഞു കിട്ടും. ശത്രുശല്യവും കുറയും. ഊഹക്കച്ചവടങ്ങളിൽ എടുത്തുചാട്ടം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. എടുത്തുചാട്ടം ഒഴിവാക്കുക. ക്ഷതപതന ദുരിതങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശയാത്രാ പരിശ്രമങ്ങൾ പതുക്കെ അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിലും വിജയത്തിൽ എത്തുന്നതാണ്. പണച്ചിലവുകൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രതീക്ഷിച്ച പോലെ വരുമാനം വരുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് നന്നായിരിക്കും. അതുവഴി ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ട ഊർജ്ജസ്വലത വീണ്ടെടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാനായി സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുന്നത്, വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നത്, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരമൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഭഗവാന്റെ പാദത്തിൽ തുളസീദളം സമർപ്പിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കുമായി അപേക്ഷിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകം രാശി. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രാക്ലേശം അധികരിക്കുന്ന ദിവസമാണ്. ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകളൊക്കെ വരാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പണച്ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ പോലും രണ്ടും കൂടി ടാലിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പണമിടപാടുകളിലൊക്കെ വാക്കുപാലിക്കാൻ സാധിക്കും. പൊതുജനങ്ങളുമായി കലഹിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതൊന്ന് കരുതിയിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. തുറന്നു പറഞ്ഞ് മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ ശ്രമിക്കുക. സന്താനങ്ങളെ കൊണ്ടുള്ള സദ്ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സമൊക്കെ അല്പസ്വല്പം മാറിക്കിട്ടും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. രോഗശാന്തി ഉണ്ടാകും. വിവാഹാലോചനകൾക്ക് അല്പം കാലതാമസം നേരിടും. കോടതി വിധികൾ പ്രതികൂലമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക. എല്ലാ ദൈവിക അനുഭവങ്ങളും ഉണ്ടാവാൻ ഉപാസനാ ബലം കൂട്ടുന്നത്, അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ മുടങ്ങാതെ കൃത്യമായി ചെയ്തുകൊണ്ടു പോകാൻ അല്പസമയം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവത്തിൽ വരണമേ എന്ന് ദേവതകളോട് അപേക്ഷിച്ചുകൊണ്ട്, ഏകാദശി നാളായതുകൊണ്ട് തന്നെ, ഏകാദശി വ്രതം തുടരുന്നത് കൊണ്ട് തന്നെ പുലർച്ചെ 5 മണി മുതലാണ് ഹരിവാസര സമയം. അപ്പോൾ ഹരിവാസര സമയം 7-ാം തീയതിയിലെ ഫലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇനി 7-ാം തീയതി ഫലം കേൾക്കാൻ അവർക്ക്
ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടാവാത്തവർ, ഇപ്പം ഇത് കേൾക്കുന്നത് വൈകി ആയിരിക്കാം എങ്കിൽ പോലും രാവിലെ 5:57 മുതൽ 7:06 വരെയാണ് ഹരിവാസര സമയം. അപ്പം രാവിലെ 5:57 മുതലുള്ള സമയം അത് ചെയ്യുവാനായിട്ട് 25-ാം തീയതി അത് ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. 25-ാം തീയതി എന്ന് പറയുമ്പോൾ ഈ വ്യാഴാഴ്ച തന്നെയാണ്. അതായത് മേടം 25-ന് 5:57 മുതൽ രാത്രി 7:06 വരെ, 5:57 മുതൽ 7:06 വരെയുള്ള സമയം, 5:57 AM മുതൽ 7:06 PM വരെയുള്ള സമയം ഹരിവാസര സമയമാണ്. ആ സമയത്ത് ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥനകൾ പൂർണ്ണമായി കേൾക്കുന്ന സമയമാണ്. ആ സമയം എല്ലാവരും ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ അവനവനെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഫലം ലഭിക്കും. ഒരു ദിവസം മുഴുവനുണ്ട്. അപ്പോൾ ദിവസം മുഴുവൻ ഇരുന്ന് ഭക്തി കാര്യങ്ങൾ ചെയ്യണമെന്നല്ല അർത്ഥം. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഒരു പാരായണം, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. പുലർച്ചെ ഒരു 6 മണി മുതൽ 7 മണി വരെ ചെയ്യാം, അല്ലെങ്കിൽ വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം 11-ൽ നിൽക്കുന്ന അവസാനത്തെ വ്യാഴാഴ്ചയാണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതി വൈകുന്നേരം വ്യാഴം മാറ്റം വരുമ്പോൾ അടുത്ത വ്യാഴാഴ്ചയും കൂടെ കിട്ടും. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച ഇപ്പം ഇന്ന് 7-ാം തീയതി ആകുമ്പോഴത്തേക്ക്, അല്ല 8-ാം തീയതി ആണല്ലോ, അപ്പോൾ 15-ാം തീയതി ആകുമ്പോഴത്തേക്കും പിന്നെ വ്യാഴം മാറും. അപ്പോഴേക്കും നമ്മൾക്ക് വ്യാഴം 12-ലേക്ക് വരുമ്പോൾ വരവിനേക്കാൾ ചെലവ് കൂടുതലാവുന്നതാണ്. എന്നാൽ പോലും ദൈവീകതയൊന്നും കുറയില്ല. തീർച്ചയായിട്ടും എല്ലാ വ്യാഴാഴ്ചയും മഹത്തരം തന്നെയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ മൂലമുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളൊക്കെ ലഭിക്കുവാനായിട്ട്, പരീക്ഷയൊക്കെ എഴുതി സെലക്ഷൻ മെമ്മോയൊക്കെ കിട്ടിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് സെലക്ഷൻ മെമ്മോയൊക്കെ കിട്ടുവാനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ പ്രൊമോഷനും സ്ഥലം മാറ്റത്തിനും ഒക്കെയുള്ള ഓർഡറുകൾ വരാനുള്ള യോഗം കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിനായിട്ട് കഴിയുന്നതും വിവാഹാലോചനകളൊക്കെ തകൃതിയായി നടക്കുകയും തീരുമാനത്തിലെത്തുകയും ചെയ്യും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. മനോവിഷമം, സാമ്പത്തിക നഷ്ടമൊക്കെ വരുമ്പോൾ അതെല്ലാം ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിഷമതകൾക്കും ഒരു പരിഹാരം കാട്ടിത്തരണമേ എന്ന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവങ്ങൾ തീർച്ചയായും പ്രാർത്ഥന പരിഗണിച്ച് മനസ്സമാധാനവും മനസ്സന്തോഷവും നൽകും. അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന ധാരാളം അനുഭവങ്ങൾ തുടരെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. കായിക മേഖലകളിൽ അഭിവൃദ്ധി വന്നു ചേരും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. രോഗപീഠയിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിക്കാം. ശത്രുക്കളൊക്കെ മിത്രങ്ങളാകാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. വിദ്യാഭിവൃദ്ധിയും സ്വർണ്ണ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ള യോഗവും വന്നു ചേരുന്നു. സമയബന്ധിതമായി എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സൂര്യഭഗവാനോടൊപ്പം വിഷ്ണു ഭഗവാനും അനുഗ്രഹിക്കട്ടെ. ഏകാദശി ആയതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, ഹരിവാസര സമയത്ത് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നെയ്ദീപം തെളിച്ച് ആ നെയ്യ് ഉരുകുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉരുക്കി ഒലിച്ച് എല്ലാ സന്തോഷവും നമുക്ക് ദീപം നല്ലോണം പ്രകാശപൂരിതമാകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും അർത്ഥപൂർണവും പ്രകാശപൂരിതമാവും. അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിവൃദ്ധിയും പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരവും വന്നു ചേരും.
ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അപകട സാധ്യത മാറി നിൽക്കുന്നില്ല, അപകട സാധ്യതയുമുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക പുരോഗതിയുണ്ട്. സുഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ദുഃഖങ്ങൾ വരുമ്പോൾ അതിനും ഇനിയൊരു സുഖവും ദുഃഖവും സമ്മിശ്രമാണ് ജീവിതം. ദുഃഖം വരുമ്പോൾ തളരാതെ ഉടൻ തന്നെ സുഖം എന്നെ തേടിയെത്തും, സൗഭാഗ്യങ്ങൾ എനിക്കുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമൂഹികവും സാമ്പത്തികവുമായ ഗുണങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ദ്രവ്യലാഭവും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവേദികളിൽ ആദരവും അംഗീകാരവും ഒക്കെ ലഭിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി സ്തുതിക്കുന്നത് നന്നായിരിക്കും. ഏകാദശി നാളിലെ ഹരിവാസര സമയം 5:57 AM മുതൽ 7:06 PM വരെയാണ്. ഈ സമയത്ത് ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി തരും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരും. രോഗശാന്തി ഉണ്ടാകും. വിവാഹാലോചനകൾക്കുള്ള കാലതാമസമെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്തിൽ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് അതിനുള്ള ഒരു പരീക്ഷയൊക്കെ അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റുകളിലൊക്കെ വിജയിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. വ്യാഴാഴ്ചയായതുകൊണ്ട് സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുന്നത് വഴി സന്തതി സൗഭാഗ്യം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ലളിതാ സഹസ്രനാമം കൂടി പാരായണം ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി അല്പം വഷളാകുന്ന ദിവസമാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. തൊലിപ്പുറത്തുള്ള രോഗങ്ങളോ ചൊറിച്ചിലോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പണച്ചിലവുകൾ വന്നേക്കാം. ക്രയവിക്രയ രംഗത്ത് അല്പം മാന്ദ്യവും അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സൗഭാഗ്യങ്ങളും വന്നു ചേരുവാനുള്ള സമയമാകുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിലൊക്കെ ഉത്സാഹം കുറയുമ്പോൾ കൂടുതൽ പ്രാർത്ഥനകൾ ആവശ്യമാണ്. സന്താന ഗോപാലമൂർത്തിയെ പ്രാർത്ഥിക്കുന്ന വഴി സന്തതികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പിന്നെ നിഗൂഢ ശാസ്ത്രങ്ങൾ വഴി അറിവ് നേടുവാനായി സാധിക്കുകയും ആ അറിവ് പ്രയോജനപ്പെടുത്തി സാമ്പത്തിക നേട്ടമുണ്ടാകുവാനുള്ള യോഗവും വന്നു ചേരുന്നു. ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാനിടയാകും. പ്രേമബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് എത്തും. സിനിമാ രംഗത്ത് അഭിനയ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടവും അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്നതിനുള്ള യോഗം വന്നു ചേരുന്നു. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തേടിയെത്തും. രാഷ്ട്രീയ രംഗത്തും പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന ദിവസമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകളൊക്കെ ഒന്നൊന്നായി തീർക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും.
പഠനത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവസരങ്ങൾ വീണ്ടും തിരിച്ച് ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഫലിക്കും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സാഹസികതയൊക്കെ അല്പം കൂടുന്ന ദിവസമാണ്. ബന്ധുക്കളെയൊക്കെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും കൂട്ടിയിണക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. തടസ്സങ്ങൾ പൊതുവെ കുറയുന്ന ദിവസമാണ്. വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീട് പണി തുടങ്ങുവാനുള്ള സാഹചര്യവും വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറി സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും അനുഭവിക്കുവാൻ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ കൂടെ പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മകരം രാശിക്കാരെ സംബന്ധിച്ച് പുതിയ സ്ഥാനങ്ങൾ വഹിക്കും. ശത്രുക്കളുടെ ശല്യമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. ശത്രുക്കളുമായുള്ള നേരിട്ട് ശത്രുക്കളോട് ഇടപെടേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരും. വിജയം അല്പം വൈകിയേ ഉണ്ടാവൂ. പരതറാതെ മുന്നോട്ട് പോകുക. മംഗളകർമ്മങ്ങൾ നടത്തുവാൻ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ളൊരു അവസരം ലഭിക്കും. സാമ്പത്തിക ഭദ്രത ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള മാർഗം തെളിഞ്ഞു വരും. സ്വത്ത് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കും. വീട് പണി തുടങ്ങുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നതിനുള്ള സാഹചര്യവും ഒത്തുവരും. കർമ്മരംഗത്ത് ഉയർന്ന പദവികൾ നേടിക്കിട്ടും. ഈ വക എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാൻ രാശിനാഥനായ ശനീശ്വരനെ, വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിയെ, ആഞ്ജനേയ സ്വാമി, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉറച്ച് കിട്ടുന്നതിന് സഹായകമാകും. കുംഭം രാശി എന്ന് പറയുമ്പോൾ കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാൻ ശ്രമിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള വിജയവും കാണുന്നുണ്ട്. അഭിമാനകരമായ ചില പ്രവർത്തനങ്ങൾ വന്നു ചേരും. വളരെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും. പൊതുവെ തടസ്സങ്ങൾ കുറയുന്ന ഒരു ദിവസമാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗത്തിന് ഒരല്പം ശാന്തി ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും. ബിസിനസ് വിപുലപ്പെടുത്തുവാൻ കഴിയും. ബന്ധുജനങ്ങളിലൂടെ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കേസുകളും തർക്കങ്ങളുമൊക്കെ വിജയത്തിൽ എത്തിക്കുന്നതാണ്. അശുഭ ചിന്തകൾ ഒഴിവാക്കി ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പുലർത്തുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയും വിഷ്ണുമായ സ്വാമി, മറ്റ് ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിച്ച് ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഏകാദശി വ്രതം എടുക്കുന്നതും ദൈവീക ശക്തി വളർത്തുന്നതിനായി ഉപാസനാ ബലം വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ദൈവദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ സൗഭാഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച സ്ഥലം മാറ്റം ലഭിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ പരിഹരിക്കപ്പെടും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും വർദ്ധിക്കും. മഹത്തായ കാര്യങ്ങൾ സാധിച്ചെടുത്ത ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും. വസ്തുക്കച്ചവടം സാധ്യമാവും. വീട്ടിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള, ഇപ്പോൾ സത്യനാരായണ പൂജയോ അല്ലെങ്കിൽ സഹസ്രനാമ പാരായണമോ ഒക്കെ അല്ലെങ്കിൽ നാമജപമോ ഒക്കെ സംഘടിപ്പിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നു. സാഹചര്യങ്ങളെല്ലാം ഒരുവിധം അനുകൂലമായി വന്നു ചേരുന്നതാണ്. അപേക്ഷകളും നിവേദനങ്ങളും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ദിവസമാണ്. പുതിയ കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കും. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കർമ്മരംഗം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. നേട്ടങ്ങൾ അതുവഴി വന്നു ചേരും. കുടുംബ സദസ്സുകളിലൊക്കെ പങ്കാളിയാവും. കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാവിധ സൗഹൃദങ്ങളും നല്ല രീതിയിൽ വരുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നവരുടെ ഓം നമോ നാരായണായ 108 ജപിക്കുന്നതിലൂടെ രാവിലെ 5:57 മുതൽ വൈകിട്ട് 7 PM വരെയുള്ള ഹരിവാസര സമയത്ത് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ എല്ലാ ദൈവീക അനുഗ്രഹങ്ങളും കുടുംബത്തിൽ വന്നു ചേരും. മനസ്സുകൊണ്ടെങ്കിലും പൂജ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ഉപാസനാ ബലം കൂട്ടുന്നതിനുള്ള ജപമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. എല്ലാവർക്കും 27 നക്ഷത്രക്കാർക്കും ഈ ഏകാദശി ഒരു പൂർണ്ണമായ ഒരു വ്രതശുദ്ധിയോടുകൂടി തന്നെ ചെയ്തു തീർക്കാൻ, 7-ാം തീയതി ആരംഭിച്ച ഏകാദശി വ്രതം പൂർണ്ണമാക്കാനും, അതുപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവീകമായ ദൈവീക വിശ്വാസം അല്ലെങ്കിൽ ദൈവീക അനുഗ്രഹം അനുഭവിക്കുവാൻ സാധിക്കട്ടെ. എല്ലാം കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബുധൻ്റെ രാശിമാറ്റം, അതായത് മീനൻ രാശിയിൽ നീചരാശിയായിരുന്നു ബുധനെ സംബന്ധിച്ചിടത്തോളം. ആ ബുധൻ്റെ രാശിമാറ്റം മേടൻ രാശിയിലേക്ക് ബുധൻ വന്നിരിക്കുന്നു. ഈ മാറ്റം എല്ലാവർക്കും അനുകൂലമായി തീരട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.